പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലേസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുർത്തിയുടെ ടോപ്പ് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പീസിലാണ് ഞാൻ നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുന്നുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. താഴത്തോട്ടേക്ക് ലെങ്ത്ത് 16 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്ന നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് ഞാനൊരു 14 ഇഞ്ചിൽ ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 14 ഇഞ്ചിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം യോജിപ്പിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഇവിടുന്ന് റൈറ്റിലോട്ടേക്കും ഓരോ ഇഞ്ചിൽ ഞാൻ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ മാർക്കിങ്ങും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത ആ പീസ് നമ്മൾ കളയേണ്ട, നമുക്കത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ വി ഷേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഈ ക്ലോത്തിൻ്റെ സൈഡിൽ ഓരോ ഇഞ്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ആ നെക്ക് വിഡ്ത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, താഴെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ സൈഡ് ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത കുർത്തി പീസിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസ് ഇതുപോലെ വെക്കുക. സെൻറ്ററെല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം. പിൻ ചെയ്തെടുത്തിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വി ഷേപ്പിൽ ഈ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം, ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തതിന് ശേഷം ഈ കോർണറിൽ ചെറിയ കട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഭാഗം തിരിച്ച് ഉള്ളിലോട്ടേക്ക് ഇടാം. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തതിന് ശേഷം ഈ സൈഡിൽ കൂടി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സൈഡിൽ കൂടി ഞാനിങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ലേസ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലേസിൻ്റെ ഒരു ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ സൈഡിലേക്ക് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ലേസ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം കവർ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നെക്ക് ഡെപ്ത് എത്രയാണ് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് 6.5 ഇഞ്ചാണ് നെക്ക് ഡെപ്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം പോവും. അതുകൊണ്ടാണ് 7 ഇഞ്ച് എടുക്കുന്നത്. 6.5 ഇഞ്ചാണ് ആക്ച്വലി വേണ്ടത്.
ഇനി നേരത്തെ കട്ട് ചെയ്യുമ്പം ക്യാൻവാസ് കട്ട് ചെയ്യുമ്പം ബാക്കി വന്നൊരു പീസ് ഉണ്ടല്ലോ, ആ പീസ് ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇതൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ എത്ര അളവിൽ വേണം എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതുപോലെ 2 പീസ് ക്ലോത്ത് എടുക്കുക. അതിൽ ഒരു പീസിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതുപോലെ ആ പേപ്പർ ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്ത് മറ്റേ പീസ് ഇതേപോലെ വെച്ചിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ക്ലോത്തിൻ്റെ ബാക്കിയുള്ള 3 ഭാഗം ഇതുപോലെ ഉള്ളിലോട്ടേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഈ ഒരു ലേസ് ഇതുപോലെ വെച്ചിട്ട് അതും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പീസ് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ നെക്കിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഞാൻ കാണിക്കുന്ന ഈ സൈഡിലേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നെക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോ ബട്ടൺ എന്തെങ്കിലും ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സിൽ ഞാൻ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.